പഞ്ചാബിൽ എന്താണ് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളൊരു പരിശോധനയാണ് നാം ഇപ്പോൾ നടത്തുന്നത്. 13 അംഗങ്ങളെയാണ് ലോക്സഭയിലേക്ക് പഞ്ചാബിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ 2022 മുതൽ ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബ് ഭരിക്കുന്നത്. ഭഗവന്ത് സിംഗ് മാനാണ് പഞ്ചാബിലെ മുഖ്യമന്ത്രി. ഏറ്റവും ഒടുവിലായി പഞ്ചാബിൽ വേണമെങ്കിൽ പ്രമുഖമായ 4 പാർട്ടികളാണ് രംഗത്തുള്ളത്. ഒന്ന് കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശിരോമണി അകാലിദൾ, പിന്നെ 4ാമത്തെ പാർട്ടി BJP. ഇപ്പം നിലവിൽ 8 പേരാണ് കോൺഗ്രസ്സിനുള്ളത് പഞ്ചാബിൽ. 2 പേര് അകാലിദൾ, 2 പേര് BJP, 1 ആം ആദ്മി പാർട്ടി. ഈ അടുത്താണ് ആം ആദ്മി പാർട്ടി, അതായത് 2 വർഷം മുമ്പാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഭരണത്തിൽ വന്നത്. ആപ്പ് ഡൽഹിയിൽ വരുന്ന സമയത്ത് തന്നെ പഞ്ചാബിൽ അവർക്ക് നല്ല ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു പാർലമെൻറ്റ് അംഗത്തെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് പഞ്ചാബിൽ അധികാരത്തിലേറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അകാലിദൾ സഖ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാന കക്ഷി അകാലിദൾ, സഖ്യകക്ഷി BJP. പക്ഷേ കോൺഗ്രസിനാണ് കൂടുതൽ സീറ്റ് കിട്ടിയത്, 8 സീറ്റ് കിട്ടി. ഇത്തവണ കോൺഗ്രസിനും കാര്യമായ ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്കും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, അകാലിദളും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ BJP ആണെന്ന് പറയാം. പക്ഷേ BJPയുടെ പ്രധാനമായ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളാണ്. ഏതാണ്ട് 38.5% പേരാണ് ശതമാനം ആളുകളാണ് ഹിന്ദു വിഭാഗക്കാരായിട്ടുള്ളത്. ബാക്കി എല്ലാവരും സിഖുകാരാണ്. അപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ അകാലിദളിനും ആണ് സ്വാധീനം, കോൺഗ്രസിനും നല്ല സ്വാധീനമുണ്ട്. BJP പ്രത്യേകിച്ച് നഗരങ്ങളിലാണ്. ആം ആദ്മി പാർട്ടി സമീപകാലത്തായിട്ട് അർബൻ ആളുകളുടെ ഇടയിലും ഗ്രാമീണരുടെ ഇടയിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരുന്നു. അകാലിദളും BJPയും തമ്മിൽ വളരെ ദീർഘകാലമായിട്ട് സഖ്യമായിരുന്നു. അപ്പോൾ ഒരു പ്രധാന കക്ഷിയായ അകാലിദളിന് കീഴിലുള്ള ഒരു പാർട്ടിയായിട്ടാണ് BJP അധികാരത്തിലുണ്ടായിരുന്നത്, ഭരണാധികാരത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലോക്സഭയിലും BJPക്ക് സീറ്റ് കൊടുത്തിരുന്ന 4-5 സീറ്റാണ് മത്സരിക്കാൻ കൊടുത്തിരുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റ് BJPക്ക് കിട്ടി. പക്ഷേ ഇത്തവണ തൊട്ടു മുമ്പ് നടന്ന കർഷക പ്രക്ഷോഭത്തെ തുടർന്നാണ് അകാലിദളിൻ്റെ പ്രതിനിധി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതും അകാലിദൾ BJP സഖ്യത്തിൽ നിന്ന് മാറുന്നു. വർഷങ്ങളായിട്ടുള്ള സഖ്യം അതോടുകൂടി അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷം വീണ്ടും സഖ്യം ഉണ്ടാകും എന്നുള്ളൊരു സൂചനകളുണ്ടായിരുന്നു. കാരണം അകാലിദളിന് വേറെ പാർട്ടികൾ, സഖ്യം ചെയ്യാൻ വേറെ പാർട്ടികളില്ല. BJPക്കാണെങ്കിലും കാര്യമായ സ്വാധീനം പഞ്ചാബിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറ്റയ്ക്ക് ഏതാണ്ട് പകുതി നിയമസഭാ മണ്ഡലങ്ങളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ മത്സരിച്ച സമയത്ത് BJPക്ക് 6.6% വോട്ട് മാത്രമാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ BJPയും അകാലിദളും തമ്മിൽ വീണ്ടും സഖ്യമുണ്ടാകും എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കാരണം BJPയുടെ പഞ്ചാബ് ഘടകത്തിന് സഖ്യം വേണ്ട എന്നുള്ള നിലപാടാണ്. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും അകാലിദളിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും നിരവധി പേർ ഇപ്പോൾ BJPയിലേക്ക് കടന്നു വരികയാണ്. BJPയുടെ നേതൃനിരയിലൊക്കെ തന്നെ നേരത്തെ കോൺഗ്രസ്സുകാരാണുള്ളത്. മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് എന്ന അദ്ദേഹം BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും, അദ്ദേഹം BJPയിൽ വന്നെങ്കിലും ഭാര്യ കോൺഗ്രസ് തന്നെ MP ആയിട്ട് തുടരുകയായിരുന്നു. അവരിപ്പോൾ രാജിവെച്ചു. മകളും നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ BJPയിലേക്ക് വന്നിരുന്നു. അതേപോലെ തന്നെ ബൽറാം ജാക്കറിൻ്റെ മകൻ സുനിൽ ജാക്കർ, അദ്ദേഹമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു ബൽറാം ജാക്കർ. സുനിൽ ജാക്കറും അതുപോലെ തന്നെ കോൺഗ്രസിലെ പ്രമുഖനായ നേതാവായിരുന്നു. അങ്ങനെയുള്ള സുനിൽ ജാക്കറാണ് ഇപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുന്നത്. BJPയുടെ കോർ കമ്മിറ്റിയിൽ തന്നെ അനേകം മുൻ കോൺഗ്രസ്സുകാരാണ് ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ച് വരികയാണ് എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ BJPയിലേക്ക് വരുന്നത്. ആപ്പിൻ്റെ ഏക MP, ആപ്പിന് ഒരേ ഒരു MP ആണുള്ളത്, ജലന്ധറിൽ നിന്നുള്ള സുശീൽ കുമാർ റിങ്കു. സുശീൽ കുമാർ റിങ്കു ആപ്പിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജലന്ധറിൽ നിന്നുള്ള MLA ശീതൾ BJPയിലേക്ക് ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലുധിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് MP രവനീത് ബിട്ടു, അദ്ദേഹം BJPയിൽ ചേർന്നു. അതേപോലെ അദ്ദേഹം ബിയാൻ സിംഗിൻ്റെ, അതായത് സിഖ് തീവ്രവാദികൾ സ്ഫോടനത്തിലൂടെ കൊല ചെയ്ത പഞ്ചാബിലെ മുഖ്യമന്ത്രി ബിയാൻ സിംഗിൻ്റെ കൊച്ചുമകനാണ്. അതേപോലെ US-ലെ ഇന്ത്യൻ അംബാസഡറായിരുന്ന തരൺജിത് സിംഗ് സിദ്ധു, അദ്ദേഹം BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ, അദ്ദേഹം സിഖ് ഗുരുദ്വാര കമ്മിറ്റിയുടെയൊക്കെ സ്ഥാപകനായിരുന്നു. അങ്ങനെ വളരെയധികം പഞ്ചാബിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൊച്ചുമകനാണ് അദ്ദേഹം. അമൃതസറിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. അപ്പോൾ നേരത്തെ ഹോഷിയാർപൂരിലും ഗുർദാസ്പൂരിലായിരുന്നു അകാലിദളുമായിട്ടുള്ള സഖ്യത്തിലൂടെ BJP ജയിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം 4 മണ്ഡലങ്ങളിൽ BJP വളരെ
ശക്തമായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അത് ഗുർദാസ്പൂർ, അമൃത്സർ, ജലന്ധർ, ലുധിയാന. അതിൽ ജലന്ധറിൽ ഓൾറെഡി സിറ്റിംഗ് MP BJPയിലേക്ക് വന്നു കഴിഞ്ഞു. ഗുർദാസ്പൂർ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അതേപോലെ തന്നെ അമൃത്സറിലും ലുധിയാനയിലും BJP ജയിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് മാൾവ മേഖലയിൽ BJP ലുധിയാനയിലെ 9 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ 5ലും ലീഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു BJPക്ക് അനുകൂലമായൊരു അവസ്ഥയാണ് പഞ്ചാബിലുള്ളത്. പ്രത്യേകിച്ച് കാരണം അകാലിദളുമായി കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ന്യൂനത ഉണ്ടാകുമെന്നാണ് BJP പറയുന്നത്. നേരത്തെ മറ്റൊരു ഫോർമുലയായിരുന്നു BJP അകാലിദൾ സഖ്യത്തിൻ്റെ ഒരു മേന്മ. കാരണം അകാലിദൾ സിഖുകാരുടെ ഇടയിലും BJP ഹിന്ദുക്കളുടെ ഇടയിലും നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആ ഒരു സിഖ് ഹിന്ദു കോമ്പിനേഷനായിരുന്നു അകാലിദൾ BJP സഖ്യത്തിൻ്റെ ഒരു ലക്ഷണം. പക്ഷേ അകാലിദൾ അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടി ആയതുകൊണ്ട് അകാലിദൾ ക്ഷീണിക്കുന്ന സമയത്ത് BJP സഖ്യത്തിനും അതിൻ്റെ ആ ക്ഷീണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീടാണ് കോൺഗ്രസ് വന്നത്. കോൺഗ്രസും അകാലിദളും പഞ്ചാബിൽ വളരെ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രകാശ് സിംഗ് ബാദൽ മുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് അമരീന്ദർ സിംഗ് ഇത് 2ാമത്തെ തവണ മുഖ്യമന്ത്രിയായി. അദ്ദേഹവും പിന്നെ അധികാരത്തിന് പുറത്തായി. പിന്നെ ആം ആദ്മി പാർട്ടി വന്നു. അമരീന്ദർ സിംഗിനെ ഇടയ്ക്ക് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അവസാന നിമിഷം അദ്ദേഹത്തിനെ അധികാരത്തിന് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ശരിക്കും കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് പഞ്ചാബിലുള്ളത്. ഏറ്റവും അധികം മയക്കുമരുന്നിൻ്റെ സ്വാധീനമുള്ള സ്ഥലമാണ് പഞ്ചാബ്. സിഖ് തീവ്രവാദം 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ അതിനെ അടിച്ചമർത്തി എന്നാണ് കരുതുന്നതെങ്കിലും ഇപ്പോഴും സിഖ് തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കേന്ദ്രത്തിനെതിരായിട്ട് BJP സർക്കാരിനെതിരായിട്ട് കർഷകരുടെ സമരം നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അകാലിദളിന് ഒരിക്കലും BJP ആയിട്ട് കൂട്ടുകൂടാൻ പറ്റില്ല. കാരണം കർഷക സമരം BJPക്ക് എതിരായതുകൊണ്ട് BJPയുമായി കൂട്ടുകൂടിയാൽ തങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അകാലിദളുണ്ട്. പക്ഷേ അകാലിദൾ ഒരിക്കലും ഇന്നിപ്പം പഞ്ചാബിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അങ്ങനെ ഒരു ജനറലി നോക്കുമ്പം 3 പാർട്ടികളും, അതായത് പഞ്ചാബിലെ 3 പാർട്ടികളും, അത് ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അകാലിദളായാലും ക്ഷീണിച്ച് വരികയും മറുഭാഗത്ത് 4ാമത്തെ പാർട്ടിയായ BJP വളർന്നു വരികയും ചെയ്യുകയാണ്. പക്ഷേ ആ 3 പാർട്ടികൾ ഉണ്ടാക്കിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള ശക്തി BJPക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷനിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ 370 സീറ്റ് വേണം, അല്ലെങ്കിൽ NDA സഖ്യത്തിന് 400 സീറ്റ് വേണം. അങ്ങനെ ഒരു ടാർഗറ്റ് നോക്കുന്ന സമയത്ത് BJPക്ക് കിട്ടിയ നമ്പർ കൂട്ടിയേ തീരൂ. അപ്പോൾ 2 എന്നുള്ള പഞ്ചാബിലെ നിലവിലുള്ള സംഖ്യയിൽ നിന്ന് 4ൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. അകാലിദൾ BJP സഖ്യം ഒരുപക്ഷെ രൂപപ്പെട്ട് വന്നേനെ. എങ്ങനെയായിരുന്നെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചതുപോലെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു മുന്നണിയിലാണ്, ഇന്ത്യ മുന്നണിയിലാണ്. ആ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിലെ ഭരണകക്ഷി. അവർക്കെതിരെ ശക്തമായ എതിർപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ദേശീയ തലത്തിലുള്ള അനുനയനത്തിൻ്റെ അല്ലെങ്കിൽ ആ സഖ്യത്തിൻ്റെ പേരിൽ അവരും പഞ്ചാബിൽ സഖ്യമുണ്ടാക്കുകയായിരുന്നു. 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ, ഡൽഹിയിൽ 7 സീറ്റിൽ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അതേപോലൊരു സഖ്യം പഞ്ചാബിൽ ഉണ്ടാവാനുള്ള സാധ്യത തുറന്നിരുന്നു. അങ്ങനെ പഞ്ചാബിലൊരു ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിലൊരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു BJP അകാലിദൾ സഖ്യം ഉയർന്നു വരികയും ഒരുപക്ഷെ അവർക്കൊരു സാധ്യതകൾ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് പഞ്ചാബിൽ നടക്കുന്നത് ചതുഷ്കോണ മത്സരമാണ്. ആ ചതുഷ്കോണ മത്സരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് BJP കരുതുന്നത്. കാരണം അർബൻ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ 4 സ്ഥലങ്ങളിൽ ഗുർദാസ്പൂർ, അമൃത്സർ, ജലന്ധർ, ലുധിയാന, ഈ സ്ഥലങ്ങളിൽ കുറച്ചുകൂടി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയാണെങ്കിൽ സുഖമായിട്ട് BJPക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.